റവാഡ ചന്ദ്രശേഖരനെതിരെ കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കണം. പിണറായി വിജയന്റെ 1995 നിയമസഭാ പ്രസംഗം പുറത്ത്. CPM വീട്ടിൽ. കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട അന്നത്തെ ASP ആയിരുന്ന ഇപ്പോഴത്തെ DGP റവാഡ ചന്ദ്രശേഖരനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ രേഖയാണ് പുറത്തായത്. റവാഡ ചന്ദ്രശേഖരനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടതായി രേഖ വ്യക്തമാക്കുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം 1995 ജനുവരി 30 നടത്തിയ പ്രസംഗത്തിന്റെ രേഖയാണ് പുറത്തുവന്നത്. തലശ്ശേരി ASP റവാഡ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പോലീസ് സമരക്കാരെ അടിച്ചും എറിഞ്ഞും ഒതുക്കിക്കൊണ്ടിരുന്നു എന്ന് തുടങ്ങുന്ന ഒരു പത്ര റിപ്പോർട്ട് ഉദ്ധരിച്ചാണ് പിണറായി വിജയൻ പ്രസംഗം ആരംഭിച്ചത്. സംഭവത്തിൽ FIS നൽകിയതും റവാഡ ചന്ദ്രശേഖറാണെന്ന് പ്രസംഗത്തിൽ പറയുന്നു. ലാത്തിചാർജിൽ മാരകമായി പരിക്കേറ്റ വീണുകിടക്കുകയായിരുന്ന DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജയരാജൻ വെടിവെക്കാനുള്ള ഒരുക്കം കണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയുണ്ടായി, ഞങ്ങളിവിടെ കരിങ്കൊടി കാണിക്കാൻ വന്നവരാണ്, കരിങ്കൊടി കാണിച്ച് ഞങ്ങൾ തിരിച്ചു പോകും, നിങ്ങൾ വെടിവെക്കരുത് എന്ന് പറയുകയുണ്ടായെങ്കിലും ഞങ്ങൾക്ക് വെടിവെപ്പ് ഒരു പരിശീലനമാണെന്ന് റവാഡ പറഞ്ഞതായി പിണറായി വിജയൻ നിയമസഭാ പ്രസംഗത്തിൽ പറഞ്ഞു. ചെറുപ്പക്കാരുടെ ദേഹത്തെ വെടിവെക്കുന്നത് പരിശീലനമായി കാണുന്ന ASP ആണ് റവാഡ എന്നും പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചിരുന്നു. റവാഡയെ സസ്പെൻഡ് ചെയ്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. പിണറായി വിജയന്റെ പ്രസംഗം നിയമസഭാ രേഖകളിലുള്ളതാണ്. പകർപ്പ് പുറത്തുവന്നു. നിയമസഭയിൽ ചർച്ച നടന്നത് 1995 ജനുവരി 30 CPMലെ കൂത്തുപറമ്പ് വികാരം കാത്തുസൂക്ഷിക്കുന്നവരാണ് ഈ പ്രസംഗത്തിന്റെ പകർപ്പ് പുറത്തുവിട്ടതെന്ന വാദവും സജീവമാണ്. CPMുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തിയ റവാഡ CPM സർക്കാരിന്റെ കാലത്ത് തന്നെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വന്നു. റവാഡയോട് CPMന് അനിഷ്ടമില്ല എന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു നിയമനം. എന്നാൽ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും പൊള്ളുന്ന സ്മരണകൾ ഇപ്പോഴും CPM പ്രവർത്തകരിലുണ്ട് എന്നതാണ് സത്യം. അവരാണ് പിണറായിയുടെ പ്രസംഗരേഖയും പുറത്തുവിട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.